Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. ഡോക്ടർ എ പി ജി നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശ്രീചിത്ര എക്സാം നഴ്സിംഗ് ഓഫീസർ എക്സാം 40ഓളം വരുന്ന നഴ്സിംഗ് ഓഫീസർ എക്സാംസ് വരുന്ന മാസങ്ങളിൽ തന്നെ അതിന്റെ എക്സാം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസുകൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1 by 1 ആയിട്ട് എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ഞങ്ങൾ ഓരോ വീഡിയോസുകളായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീചിത്ര ഹോസ്പിറ്റലിന്റെ എക്സാം ആണ്. അപ്പം മറ്റൊരു ഹോസ്പിറ്റലിലെ എക്സാംസുകളെ അപേക്ഷിച്ച് ശ്രീചിത്ര എക്സാംസുകൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ പരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പം എനിവേ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള എക്സാംസിനും അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ശ്രീചിത്ര എക്സാംസിന് കൂടുതലും ചോദിക്കുന്നത്. അപ്ലൈഡ് ടൈപ്സ് ഓഫ് പ്രാക്ടിക്കൽ ടൈപ്സ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. പ്ലസ് കറന്റ് ട്രെൻഡ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളാരും പഠിക്കാൻ സാധ്യത കുറവുള്ള ഒരു മേഖലയിലോട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ചെറിയൊരു ഡിസ്കഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള പല എക്സാംസുകളിലും മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ നിങ്ങൾ കഴിവതും നല്ലതുപോലെ ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വളരെ ഷോർട്ട് പോയിന്റ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലോക്കൽ ലാംഗ്വേജിൽ വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അതുപോലെ ശ്രീചിത്രയിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചു തുടങ്ങാനുള്ള ഓൺലൈൻ ലിങ്കുകളൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കുക. പിന്നെ നമ്മുടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് സർവീസിൽ നിന്നുള്ളവരാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് ഇതിനകത്ത് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും NOC ഒക്കെ മേടിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ മറ്റുള്ളവരും കേട്ടോ അപേക്ഷിച്ച് തുടങ്ങിയവരും എല്ലാം തന്നെ എന്ത് ചെയ്യുക, അപ്പറേ തന്നെ നല്ലൊരു പ്രിപ്പറേഷൻ വരിക. കാരണം ഇതിൻ്റെ എക്സാം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എക്സാം കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം കേട്ടോ, ഇതിൻ്റെ പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൺലി എ ക്വാളിഫയിങ് നേച്ചർ ഓൺലി ഫോർ 50% എബോ. നിങ്ങൾ അതിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോലി കിട്ടും കേട്ടോ. അപ്പോൾ ആ സ്കിൽ ടെസ്റ്റിനെ പറ്റി നിങ്ങൾ കൂടുതലൊന്നും വിഷമിച്ച് ഒരുപാട് അതിന് വേണ്ടിയിട്ട് ടൈമൊന്നും ചിലവാക്കി സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടൊന്നും പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വാട്ടോളാർ നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അതിനകത്ത് വരത്തുള്ളൂ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ചെയ്യാനേ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു കാനുലേറ്റ് അറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ അറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ BP എടുക്കാൻ അറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ സെക്ഷൻ എടുക്കാൻ അറിയാം, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആൻഡ് യൂട്ടൻസിൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് നല്ല വെൽ തറവായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ് ഫോർ എ സ്കിൽ ടെസ്റ്റ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേകിച്ച് ഒരു വലിയ ലെവലിലുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കൂടുതലും ഫോക്കസ് ഓൺ ദ തിയറി കേട്ടോ. അപ്പോൾ തിയറിയുടെ മാർക്കിലാണ് നിങ്ങളെ റാങ്ക് നിലവാരം വരുന്നത്. അപ്പോൾ തിയറിയിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് ഏരിയയിൽ റീസെൻറ്റ് ട്രെൻഡ് ആയിട്ടുള്ള പല എക്സാംസുകളിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ചകഞ്ഞു പിടിച്ച് ആ ക്വസ്റ്റ്യൻ വിട്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ സംതിങ് അഡീഷണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൽ ഉയർന്ന സ്കോർ റിസൾട്ട് കിട്ടി അതിൽ ജോലി നേടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ 40 വേക്കൻസി ആണെങ്കിൽ പോലും ഒരു 100 റാങ്കിനകത്ത് നിങ്ങൾ എത്തപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ജോലിക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു എക്സാം കൂടിയാണ് ശ്രീചിത്ര എക്സാം കേട്ടോ. അപ്പോൾ അവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ സ്റ്റാഫിനെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലിസ്റ്റിന് കുറച്ച് വാലിഡിറ്റി ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ അതിൽ EW സംവരണം നോട്ടിഫിക്കേഷൻസിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് EWസിൻ്റെ എന്താണോ സ്വയംഭരണ അവകാശമുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ അതിൻ്റെ നടപടികൾ എന്നുള്ളതൊന്നും കൂടുതലൊന്നും നമുക്കറിയില്ല. എനിവേ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ EWസിനാർക്ക് സംവരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി അതിൻ്റെ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മെഡിക്കേഷൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്സിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മെഡിക്കേഷൻ മാനേജ്മെന്റ് അല്ലേ. ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നു അല്ലേ. അപ്പം ഫാർമസിസ്റ്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് ഉള്ളവരെ കയ്യിൽ മെഡിസിൻ വരുന്നു. അത് ഫാർമസിസ്റ്റിന്റെ കൈകളിലൂടെ സ്റ്റോറിലൂടെ എത്തി അത് വാർഡിലെത്തുന്നു അല്ലെങ്കിൽ ICUവിലെത്തുന്നു അല്ലെങ്കിൽ അത് കാഷ്വാലിറ്റിയിൽ എത്തുന്നു. എനിവേ അവിടെ എല്ലാം ഹാൻഡിലിംഗ് ഓഫ് ദ മെഡിസിൻ അല്ലെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ദ മെഡിക്കേഷൻ മാനേജ്മെന്റ് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളായാലും തന്നെ മെഡിക്കേഷൻ മാനേജ്മെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന
ഒരു ഏരിയാസ് ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് മിക്ക പരീക്ഷകളിലും ഇതിൻ്റെ ഇൻവെൻട്രി അല്ലെ അങ്ങനെ പല ടൈപ്സിലുള്ള മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ DMEക്ക് ഉൾപ്പെടെ ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രം ഡിസ്കസ് ചെയ്യുകയാണ്. കുറച്ചൊരു 5-10 മിനിറ്റ്സ് ചെറിയൊരു ടോപ്പിക്സ് മാത്രമാണ്, ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ഒന്നും എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഡ്രഗ് ഫോർമുലേറ്ററി കേട്ടോ. ഫോർമുലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ് ഇൻഡെക്സ് എന്ന് പറയുന്ന പോലെ ഒരു ജനറിക് ബ്രാൻഡ് ഓഫ് ഡ്രഗ്സ് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് സപ്ലൈ എന്ന് പറയുന്ന മിക്ക ഡ്രഗ്സും ജനറിക് സപ്ലൈ ആണ് അല്ലെ. അപ്പൊ ആ ജനറിക് ബ്രാൻഡ് നെയിം അനുസരിച്ച് ഡ്രഗ്സിന്റെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഫോർ ഡ്രഗ് ഫോർമുലറി കേട്ടോ. നല്ല ലിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓഫ് ജനറിക് മെഡിസിനെയാണ് നമ്മൾ സിംപ്ലി കോൾ ഇറ്റ് ആസ് ഡ്രഗ് ഫോർമുലറി കേട്ടോ. നല്ലൊരു പോയിന്റ് ആണ്, എഴുതിയെടുത്തോണം. ലിസ്റ്റ് ഓഫ് ജനറിക് മെഡിസിൻ കേട്ടോ. ലിസ്റ്റ് ഓഫ് ജനറിക് മെഡിസിൻ അല്ലെ. അപ്പോൾ സെൻട്രലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് കാണും അല്ലെ. ഗവൺമെന്റ് ഓഫ് സപ്ലൈ നമ്മൾ മെഡിസിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ അറിയാം അല്ലെ. ഇറ്റ് ഈസ് ഗവൺമെന്റ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് മെഡിസിൻ ഈസ് ജനറിക് സപ്ലൈ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ജനറിക് മെഡിസിനെയാണ് സിംപ്ലി കോൾ ഇറ്റ് ആസ് ഡ്രഗ് ഫോർമുലറി കേട്ടോ. നല്ലൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ബഫർ സ്റ്റോക്ക് കേട്ടോ. ബഫർ സ്റ്റോക്കും നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വാർഡിൽ മെഡിസിൻ തീരാറാകുന്നു, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ICUവിൽ അല്ലെങ്കിൽ OTയിൽ. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മിനിമം സ്റ്റോക്ക് കീപ്പ് ചെയ്യും അല്ലെ. മിനിമം സ്റ്റോക്ക് നമ്മൾ ആ ഡ്രഗ് ഓർഡർ കൊടുത്തു അല്ലെങ്കിൽ ഡ്രഗ് പർച്ചേസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു അല്ലെ. റിക്വസ്റ്റ് ചെയ്ത് ആ ഡ്രഗ് ഇൻറ്റൻറ്റ് ചെയ്ത് അവിടുന്ന് വെൻഡേഴ്സിൻ്റെ അടുത്ത് പോയി അത് പിന്നെ കൊട്ടേഷൻ എടുത്തിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന ഒരു ടൈമുണ്ട്. അതുവരെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന മിനിമം സ്റ്റോക്ക് അല്ലെ. മിനിമം സ്റ്റോക്ക് കീപ്പിംഗ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെ. ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ നമ്മൾ ഒരു മിനിമം സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതിന് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ. മെയിൻറ്റെയിനിങ് ദ എസെൻഷ്യൽ മെഡിസിൻ അറ്റ് എ മിനിമം സ്റ്റോക്ക് ലെവൽ കേട്ടോ. ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിനിങ് medicines, especially essential medicine at a minimum stock level. Okay, നല്ലൊരു പോയിന്റ് ആണ് ബഫർ. നെക്സ്റ്റ് ഹൈ അലർട്ട് മെഡിസിൻ അല്ലെ. ഹൈ അലർട്ട് മെഡിസിൻ മീൻസ് ദ മെഡിസിൻ ദാറ്റ് ലേബിൾഡ് അണ്ടർ റെഡ് ലേബൽ അല്ലെ. ഇപ്പൊ റെഡ് കളറിൽ റെഡ് വരയോ അല്ലെങ്കിൽ റെഡ് ലേബിൾഡ് ചെയ്തിട്ടുള്ള മെഡിസിൻസിനാണ് ഹൈ അലർട്ട് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് ഹൈ അലർട്ട് മെഡിസിൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹെപ്പാരിൻ ഈസ് എ ഹൈ അലർട്ട് മെഡിസിൻ അല്ലെ. സെയിം തന്നെ ഇൻസുലിൻ ഓൾസോ എ ഹൈ അലർട്ട് മെഡിസിൻ അല്ലെ. അതുപോലെ സാധാരണ പൊട്ടാസ്യം ക്ലോറൈഡ് KCl ഈസ് എ ഹൈ അലർട്ട് മെഡിസിൻസ് അല്ലെ. നോർമൽ സലൈൻ 0.9% നോർമൽ സലൈൻ ഈസ് എ ഹൈ അലർട്ട് മെഡിസിൻ. സം ഒപ്പിയോയിഡ്സ് ആൻഡ് നാർക്കോട്ടിക്സ് ആൾസോ കംസ് അണ്ടർ ഹൈ അലർട്ട് മെഡിസിൻസ്. ഓക്കെ, ഹൈ അലർട്ട് മെഡിസിൻ ദാറ്റ് മെഡിസിൻ ഈസ് ലേബിൾഡ് അണ്ടർ റെഡ് കളേർഡ്. ദർ ആർ കോമൺ 5 important high alert medicine list are heparin, normal saline, insulin, KCl, some narcotics and opioids. Okay, next Lassa medicine. Lassa, look alike, sound alike medicines അല്ലെ. ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക് മെഡിസിൻസ് അല്ലെ. അപ്പം ഒരു ലുക്ക് അലൈക്ക് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലെ. അപ്പോൾ അഡ്രിനാലിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കും, തൊട്ടടുത്തിരിക്കുന്ന നോർ അഡ്രിനാലിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കും. അങ്ങനെ ലേബൽ ചെയ്യുന്നതാണ്. മൾട്ടി കളറിൽ ലേബിൾഡ് ചെയ്യുന്ന മെഡിസിൻ ഈസ് കോൾഡ് ലാസ മെഡിസിൻസ് കേട്ടോ. അപ്പോൾ ഒരുപോലെയുള്ള പല മെഡിസിൻസ് ഉണ്ട്, ഡോപ്പമൈൻ, ഡോബ്യൂട്ടാമൈൻ അല്ലെ. അപ്പം അങ്ങനെ നമ്മൾ ഒരുപോലെ ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക്, കാണുമ്പോഴും ഒരുമാതിരി അതിൻ്റെ സൗണ്ട്, ആ മെഡിസിൻ്റെ പേര് പറയുമ്പോഴും ഒരുപോലെ തോന്നിക്കുന്നതാണ്. ഇറ്റ് ഈസ് ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക് മെഡിസിൻ കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ക്രാഷ് കാർട്ടിൽ ലാസ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മെഡിസിൻ സ്റ്റോക്ക് അലമാരിയിൽ നമ്മൾ മെഡിസിൻ സ്റ്റോക്ക് ചെയ്യുമ്പോഴും എല്ലാം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ആണ്. ദേ ക്യാൻ ബി വിഷ്വലൈസ്, ഐഡൻറ്റിഫൈ ബൈ ഡിഫറെൻറ്റ് കളർ അല്ലേ. ഇപ്പോൾ നമ്മൾ റെഡ് ലേബൽ ചെയ്യുന്നതെല്ലാം ഹൈ അലർട്ടിൽ പോകും. ലാസ മെഡിസിൻസ് വി ആർ നോർമലി ഗിവിങ് green and yellow color, green and yellow, one green, one yellow. Adrenaline is green, next one is non-adrenaline is yellow. Like that we are arranging is called LASA medications. കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു പോയിന്റ് ആണ് ലാസ മെഡിക്കേഷൻ. നെക്സ്റ്റ് MSDS മെഡിസിൻസ് അല്ലേ. MSDS മീൻസ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്.
മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള മെഡിസിൻസ് യൂസ്ഡ് ഇൻ ദ വാർഡ് ഓർ ഹോസ്പിറ്റൽ ഓർ ICU ദേ ഹാവ് എ മെറ്റീരിയൽ ഡേറ്റ അല്ലേ. അവരുടെ കമ്പനി തന്നെ മാനുഫാക്ചർ ഒരു മെറ്റീരിയൽ ഡേറ്റ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ആ മെഡിസിൻസിൻ്റെ എന്താണ് അതിൻ്റെ കെമിക്കൽ കമ്പോണൻസ് അല്ലേ. അപ്പോൾ അത് സ്പില്ല് വന്നാൽ എന്ത് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ അതിലൊരു എക്സ്പോഷർ ടു ഐ എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ്, വാട്ട് വിൽ വി ഡു ദ ഫസ്റ്റ് എയ്ഡ് അല്ലേ. അപ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ഈസ് ആൾവേസ് പ്രാക്ടീസ് ഫോർ ഹസാർഡസ് മെഡിസിൻസ് അല്ലേ. ആൻറ്റി കീമോതെറാപ്പി അല്ലേ. സ്പ്ലാഷസ് ഓൺ ദ ഐ, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് അല്ലേ. അപ്പോൾ ഫ്ലാഷസ് ഓൺ ദ administered, accidentally administered, any drug event is happened, we will administer that drug അല്ലേ. എന്ത് സംഭവിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്ന മെഡിസിൻ ഈസ് കോൾഡ്, ആ മെഡിസിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ഓക്കെ, വൺസ് അഗൈൻ ഡ്രഗ് ഫോർമുലറി ഈസ് ദ ലിസ്റ്റ് ഓഫ് ജനറിക് മെഡിസിൻ approved by agencies or government. Next, buffer stock, the minimum stock of essential medicines maintained in the pharmacy or ward or ICU, anything. High alert medicine, the medicine which is labeled under red labeled is called high alert medicine. LASA medication, look alike and sound alike medicines. Commonly we are using different color, green and yellow is commonly used for LASA medicine. Next, MSDS, material safety data sheet. So only for hazardous medicines and their usage are recorded in MSDS sheet. Okay, next next is batch number. Batch number is very important. Batch number is the serial number is provided by the manufacturer, but it is very important for noting the manufacturer അല്ലേ. ബാച്ച് നമ്പർ നമ്മൾ എക്സ്പയറി ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ബാച്ച് നമ്പർ നോട്ടിഫിക്കേഷൻ ആൾസോ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിന് ഗിവൻ 1 batch number അല്ലേ. ബാച്ച് നമ്പർ ഇസ് സെയിം ആൻഡ് എക്സ്പയറി ഡേറ്റ വിൽ ബി സെയിം അല്ലേ. അപ്പം വി ക്യാൻ ഈസിലി റീകോൾ ഓർ വി ക്യാൻ ഈസിലി റിമെമ്പർ ദ മെഡിസിൻ ബേസ്ഡ് ഓൺ ദ ബാച്ച് നമ്പർ അല്ലേ. അപ്പം ബാച്ച് നമ്പർ ഈസ് പ്രൊവൈഡഡ് ബൈ ദ മാനുഫാക്ചർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, നിയർ എക്സ്പയറി ഡ്രഗ്സ്. വാട്ട് ഈസ് മെൻ ബൈ നിയർ എക്സ്പയറി ഡ്രഗ്സ്? ദ ഡ്രഗ്സ് വിച്ച് ഈസ് expired within 5 months is called near expiry drugs. Okay, drugs which is expired within 5 months, 5 മാസത്തിനുള്ളിൽ എക്സ്പയർ ആവുന്ന ഡ്രഗ്സുകളെ നിയർ എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ 5 monthsനുള്ളിൽ എക്സ്പയറി ആവുകയാണെങ്കിൽ നമുക്കത് സേഫ്ലി ഡിസ്പോസൽ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പോൾ ആ 5 month ഗ്യാപ്സിൽ വി ക്യാൻ ഇൻഫോം ടു എന്താണ് ബൈ ദ മാനുഫാക്ചർ അല്ലെങ്കിൽ ഇൻഫോം ടു ദ സ്റ്റോർ ടു റീപ്ലേസ് ദ മെഡിസിൻ അല്ലേ. അപ്പോൾ 5 ദിവസമായിട്ടും അതിൻ്റെ മാനുഫാക്ചർ ആ മെഡിസിൻ റിട്ടേൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് റിട്ടേൺ കൊടുക്കത്തില്ല. എക്സ്പയറി ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിസ്കാർഡഡ് ഇൻ എ സൈറ്റോടോക്സിക് വേസ്റ്റ് അല്ലേ. സൈറ്റോടോക്സിക് ആയിട്ട് യെല്ലോ കണ്ടെയ്നർ അല്ലെങ്കിൽ യെല്ലോ വേസ്റ്റിലാണ് നമ്മൾ നിയർ എക്സ്പയറി ഡ്രഗ്സ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മന്ത് ഓഫ് നിയർ എക്സ്പയറി ചോദിച്ചാൽ 5 months ഈസ് ദ നിയർ എക്സ്പയറി ഡ്രഗ്സ് വാലിഡിറ്റി. ഓക്കെ, 5 months. Okay, next drug recall. Drug recalls if have any drugs is harm to the patient അല്ലേ. അപ്പോൾ നമ്മൾ ഒരു NS അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഹാവിങ് സം അലർജി അല്ലെങ്കിൽ സം റിയാക്ഷൻ, ഇറ്റ് മീൻസ് ദാറ്റ് ഡ്രഗ് ഈസ് ഹാം ടു ദ പേഷ്യൻ്റ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബാച്ച് നമ്പർ ആൻഡ് എക്സ്പയറി ടു inform the manufacturer. That procedure is called drug recall അല്ലേ. harmful drug inform the manufacturer for the replacement is called drug recall. Okay, അപ്പോൾ simply drug recall means harmful drug information given to the manufacturer for the replacement കേട്ടോ. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് തിങ് ഈസ് ഡ്രഗ് റീകോൾ വി ഓൾവേസ് എന്താണ് we also notify for the batch number. That's a batch number is very important for medication management. Next, narcotics are the mainly used for pain അല്ലേ. പെയിൻ റിലീവ് ചെയ്യാൻ യൂസ്വലി യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് നാർക്കോട്ടിക് ഡ്രഗ്സ്, ബട്ട് ഇറ്റ് ഈസ് എ ചാൻസ് ഫോർ അഡിഷൻ അല്ലേ. അപ്പം അഡിഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ക്യാൻ ബി ഇൻ സേഫ് കസ്റ്റഡി അല്ലേ. ഇൻ ദ മെഡിക്കേഷൻ മാനേജ്മെന്റ് ഓൾവേസ് നാർക്കോട്ടിക് മെഡിസിൻസ് ആർ അണ്ടർ സേഫ് കസ്റ്റഡി അല്ലേ. നാർക്കോട്ടിക് മെഡിസിൻസ് ആർ റിലീവ് ഓർ ഈസ് ദ പെയിൻ.
പെയിൻ റിലീവ് ചെയ്യുന്നു. ആൻഡ് ദർ ഈസ് എ സൈക്കോളജിക്കൽ സം patient having that makes psychological well-being. In addition to health are also are included in narcotic drugs abuse. That way all the narcotic drugs are keeps in under safe custody. But double locker keep in register maintain each shift 2 nurses verify the register and keep one key locker key safe custody and ampules emptying in a proper disposal and the ampules vial empty container return to the store. It is a part of narcotic drugs management. But narcotic drugs register keep register only enter with a black ink. That is also important for narcotic drugs maintenance. Okay, next, medication errors. Medication error means it is an incident, inappropriate use of medicine, inappropriate usage of medication that result into harm to the patient. Medication is a type of malpractice. Simply we can give medicine inappropriate use to man. Improper medicine can given to a patient can lead it to harm to the patient. This is simply call it as medication error. Once again, drug recall. Harmful drug inform to the manufacturer for the replacement procedure is called drug recall. Next, narcotic drugs. The drugs can use to relieve pain and these drugs are always keeps under safe custody. Next, medication error. The inappropriate use of medication that can be lead to harmful effect of patient. That is medication error. Next important is crash cut. Medication management also next is crash cut. Crash cut is the emergency medicine only stored in a uniform manner. Or emergency medicine we can stored in a uniform manner. Emergency medicine according to the ACLs, adrenaline, atropine, amiodarone, lidocaine, calcium gluconate, soda bicarbonate, next antidiuretic hormone, vasopressins, Lasix. That emergency medicine, what all are the things required for the emergency medicine, we can keep it in the crash cart. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും KCL അങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും ആവശ്യമില്ല. KCL, ഇൻസുലിൻസ് അല്ലേ, അപ്പം അങ്ങനെയുള്ള ഡ്രഗ്സുകളൊന്നും എന്ത് ചെയ്യത്തില്ല, ക്രാഷ് കാർട്ടിൽ കീപ്പ് ചെയ്യത്തില്ല. ഓൺലി ഫോർ ദ എമർജൻസി പർപ്പസ്, മെയിൻലി ഫോർ ദ IV ഇഞ്ചെക്ഷൻസ് അല്ലേ. അപ്പം IV ഇഞ്ചെക്ഷൻസ് ആയിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് എമർജൻസി പർപ്പസിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നതാണ് crash card. Universally crash card have no color code, but in some institutions are following the color coding of crash code. Crash card in other universal standard question varithilla. Crash card in the color code, crash card having also a color code. Color code importance illa. Anyway, the crash card എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്രാഷ് കാർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ശ്രീത്രയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചപ്പോൾ ക്രാഷ് കാർട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വെർബൽ ഓർഡേഴ്സ് അല്ലേ. വെർബൽ ഓർഡേഴ്സ് ആർ ഓൾസോ an important steps for medication management അല്ലേ. മെയിൻലി ദ മെഡിക്കേഷൻ ഈസ് പ്രിസ്ക്രൈബ് ബൈ പ്രിസ്ക്രിപ്ഷൻ അല്ലേ. അപ്പം പ്രിസ്ക്രിപ്ഷൻ എന്തായാലും അല്ല റൈറ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ്. അപ്പം പ്രിസ്ക്രിപ്ഷൻ എഴുതുവാണെങ്കിൽ അല്ലേ ഡോക്ടറുടെ സീല്, ഡെസിഗ്നേഷൻ, ഡോക്ടറുടെ കോണ്ടാക്ട് നമ്പർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് പേഷ്യൻ്റെ പേര്, ഏജ്, ഡീറ്റെയിൽ, MRD നമ്പർ അല്ലെ, സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു ചിഹ്നം ലെറ്റർ അല്ലെ, ത്രൂ ടേക്ക് ദിസ് മെഡിസിൻ, അതുപോലെ എഴുതുമ്പോൾ കൃത്യമായിട്ട് മെഡിസിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, ഫ്രീക്വൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന പ്രിസ്ക്രിപ്ഷൻ. ബട്ട് സം കേസസ് ഡോക്ടേഴ്സ് ആർ ഡൂയിങ് വെർബൽ ഓർഡേഴ്സ് അല്ലെ, വെർ ടെലിഫോണിക്കലി ഇൻഫോം ദ ഡോക്ടേഴ്സ് ക്യാൻ ഗീവ് ടു ദിസ് മെഡിസിൻ ടു ദ പേഷ്യൻറ്റ് അല്ലെ. അപ്പം അങ്ങനെയുള്ള വെർബൽ ഓർഡേഴ്സ് ഈസ് വാലിഡ് ഫോർ ജസ്റ്റ് 24 hours ഓൺലി കേട്ടോ. ദാറ്റ് വെർബൽ ഓർഡർ ഷുഡ് ബി വാലിഡ് ഫോർ 24 hours. വിത്തിൻ 24 hours ഹൂസ് ദ ഡോക്ടർ ഗീവ് ദ വെർബൽ ഓർഡർ ദാറ്റ് ഷുഡ് ബി ഇൻ റെക്കോർഡിങ് അല്ലേ. ആ ഡോക്ടറെ 24 മണിക്കൂറിനകം കോൺടാക്ട് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റ് ചാർട്ടിൽ അല്ലെങ്കിൽ ഡോക്ടറുടെ മെഡിക്കേഷൻ ചാർട്ടിൽ അത് എൻ്റർ ചെയ്ത് സൈൻ ചെയ്യിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പം വെർബൽ ഓർഡേഴ്സ് ആർ വാലിഡ് ഫോർ ജസ്റ്റ് 24 hours. നെക്സ്റ്റ്
റീകോൺസിലേഷൻ ഓഫ് മെഡിസിൻ അല്ലേ, ഇത് എല്ലാം നമ്മൾ ഈ എൻറ്റയർ പ്രൊസീജിയർ നമ്മൾ ചെക്ക് ചെയ്തു, അഡിക്വേറ്റ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ പേഷ്യൻറ്റിന് എന്ത് ചെയ്തിട്ടു പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ കിട്ടി അല്ലേ. കംപ്ലൈൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തു, ഇൻക്ലൂഡിങ് ദ പാസ്റ്റ് മെഡിക്കേഷൻ ഹിസ്റ്ററി, പ്രസൻറ്റ് മെഡിക്കേഷൻ ഹിസ്റ്ററി അല്ലേ, പ്രസൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം പ്രോപ്പർ രീതിയിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തു ബൈ വെൽ മെയിൻറ്റൈൻഡ് സ്റ്റോക്ക്, കറക്റ്റ് മെഡിസിൻ, അപ്രോപ്രിയേറ്റ് മെഡിസിൻസ്, എവറിത്തിങ് അല്ലേ. that procedure is called reconciliation of medicines കേട്ടോ. Prescribed medicine is complete or up to date അല്ലേ, up to date till date അല്ലേ. അപ്പോൾ ആ മെഡിക്കേഷൻസ് കംപ്ലൈൻസ് കംപ്ലീറ്റഡ് ദ പ്രോസസ് ഈസ് കോൾഡ് റീകോൺസിലേഷൻ ഓഫ് മെഡിസിൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാസ്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ഒറ്റ വേർഡിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അത് മതി നമുക്ക് പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് കേട്ടോളൂ. ഡ്രഗ് ഫോർമുലറി is a list of prescription of generic medicine approved by the governmental agency or private agency. Next, buffer stock, the minimum stock of essential medicines keep in a department. Next, high alert medicine. High alert medicine are the essential medicine that labeled in red color that should be always available in the area. Next, LASA medication, look alike and sound alike medicines that should be colored with yellow and green label in the medication tray or medication cart or medication cupboard. Anywhere LASA medications are kept with different colors. Okay. Next, MSDS, material safety data sheet for the medicine, especially for hazardous medicine and their usage practice, everything should be recorded. So any problem regarding the use of that medicine, nurse or doctor or any healthcare person can refer that MSDS file. They can give the complete picture about that medicine and usage. That is MSDS of the medicine. Next, batch number, the batch number which is given to the manufacturer to identify the series of production. Like a series of medicine easily, a group of medicine easily identify with the help of batch number that is provided by the manufacturer. Next, near expiry medicine, the medicine are going to expire within 5 months is called near expiry medicine. Once again, near expiry medicine are the medicine which is expired within 5 months is called near expiry medicine. In that period, we return that stock to the manufacturer. Otherwise, we didn't give to the manufacturer. They are directly go for yellow container or yellow bag for the cytotoxic drug disposal. Okay. Next, drug recall. That is also importance point. Drug recall. The harmful effect of the drug should be reported to the manufacturer for the replacement procedure is called drug recall. Next, narcotic drugs, the drugs which is used for relieving pain is called narcotic medicines. But narcotic medicines are, there is a high risk for usage repeatedly for addiction. Narcotic drugs are high use for addiction, including patient and healthcare worker. That's why this medicine is always kept under safe custody or within 2 locker cupboard, and the register should be kept in every shift and 2 nurses verify the records, narcotic cupboards and the return ampules into the store and discard the medicine properly, and the entry in the register should be in black color. Okay, that is also important. Medication error, inappropriate use of medication that can be lead to harmful effect of the patient is called medication error. Next, crash cart. The crash cart is the arrangement of emergency medicine in a uniform manner. Arrangement of all the medicines in an emergency situation for a uniform manner. Uniform manner we will arrange all the emergency medicine is called crash cart. Next, verbal orders.
Normally the prescription also there, prescription is maintained by the treating physician or surgeon, anything. Next, verbal order are the orders which is valid for just 24 hours. Okay, valid for just 24 hours for the verbal order. Next, reconciliation of medicines. Prescribed medicine should be complete, or it should be adequate, or should be up to date comparing with the present illness, past illness, previous illness. That is called reconciliation of medicine. Okay, അപ്പം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് reconciliation of medicine complete ചെയ്താൽ we can make a conclusion the medication management is very successful and very effective for the patient. Okay, thank you. If you have any doubts regarding this, these all are the medication management. In addition to this, different forms of medication, form medication unit, and route of medication, titrated drug of medication, അങ്ങനെ കുറേ പാർട്ടുകൾ ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബേസിക് ഫാർമക്കോളജിയിൽ പഠിക്കുന്നതാണ്. ഇതും കൂടെ കുറച്ചും കൂടെ ഇതിൻ്റെ കൂടെ ആസ് ആൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ലെവലിൽ ഇതും കൂടെ പഠിക്കണം. കാരണം ഇതിൽ ലെവലിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. But thank you for watching this video. I just signing out. Thank you.